എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില പുരുഷന്മാരുടെ അടുത്തേക്ക് മാത്രം സ്ത്രീകൾ വല്ലാതെ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന്? അവർക്ക് പ്രത്യേകമായി എന്തെങ്കിലും കഴിവുകളുണ്ടോ, അതോ അവർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും രഹസ്യതന്ത്രങ്ങളാണോ ഇതിനു പിന്നിൽ? നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും, വിലകൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടും, ധാരാളം പണം ചിലവാക്കിയിട്ടും നിങ്ങളുടെ സ്നേഹം നിരസിക്കപ്പെടുമ്പോൾ യാതൊരു പ്രത്യേകതയുമില്ലാത്ത ചിലർക്ക് വളരെ എളുപ്പത്തിൽ സ്ത്രീകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ എവിടെയാണ് പരാജയപ്പെടുന്നത്? യഥാർത്ഥത്തിൽ സ്നേഹം എന്നത് നമ്മൾ പണം കൊടുത്തോ അമിതമായി ശ്രദ്ധ നൽകിയോ നേടിയെടുക്കേണ്ട ഒന്നാണോ? അല്ല എന്നതാണ് സത്യം. ആകർഷണം എന്നത് തികച്ചും ഒരു മനഃശാസ്ത്രപരമായ പ്രക്രിയയാണ്. അത് നമ്മൾ പുറമേ കാണിക്കുന്ന പ്രകടനങ്ങളെക്കാൾ ഉപരി നമ്മുടെ ഉള്ളിലെ വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പലരും വിചാരിക്കുന്നത് സ്ത്രീകളെ ആകർഷിക്കാൻ ഒത്തിരി പണം വേണമെന്നാണ്, അല്ലെങ്കിൽ സിനിമയിലെ നായകന്മാരെ പോലെ വലിയ സൗന്ദര്യം വേണമെന്നാണ്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരികളും തന്ത്രജ്ഞരും പലപ്പോഴും സാധാരണ കാഴ്ചക്കാരായിരുന്നു എന്ന്. അവരുടെ ശക്തി അവരുടെ ബുദ്ധിയിലും വ്യക്തിത്വത്തിലുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഭാരതത്തിന്റെ എക്കാലത്തെയും മികച്ച തന്ത്രജ്ഞനായ ചാണക്യന്റെ വാക്കുകളിലേക്ക് തിരിയേണ്ടത്. ചാണക്യൻ കേവലം ഒരു രാജഗുരുവോ രാഷ്ട്രീയ തന്ത്രജ്ഞനോ മാത്രമായിരുന്നില്ല. മനുഷ്യന്റെ മനസ്സിനെ ഇത്രത്തോളം ആഴത്തിൽ പഠിച്ച മറ്റൊരു വ്യക്തി ചരിത്രത്തിൽ ചുരുക്കമാണ്. മനുഷ്യബന്ധങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു വ്യക്തി എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ആദരവ് നേടിയെടുക്കുന്നു എന്നതിനെക്കുറിച്ച് ചാണക്യനീതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണമെന്നും ഏതുതരം പുരുഷന്മാരെയാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചാണക്യന്റെ ചില സുപ്രധാന പാഠങ്ങളാണ്. ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ ആരുടെയും പുറകെ സ്നേഹത്തിനായി യാചിച്ചു നടക്കേണ്ടിവരില്ല. പകരം ആളുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് സ്വയം ആകർഷിക്കപ്പെടും. കാരണം യഥാർത്ഥ ആകർഷണം എന്നത് മറ്റുള്ളവരെ നിർബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ കണ്ട് മറ്റുള്ളവർക്ക് നമ്മോട് സ്വാഭാവികമായി തോന്നേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ചാണക്യനീതി പ്രകാരം ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ആകർഷണം എന്നത് അവന്റെ ലക്ഷ്യബോധമാണ്. സ്വന്തമായി ഒരു ലക്ഷ്യമില്ലാത്ത, വെറുതെ സമയം കളയുന്ന ഒരു പുരുഷനെ ഒരു സ്ത്രീയും ദീർഘകാലത്തേക്ക് ഇഷ്ടപ്പെടില്ല. കാരണം സ്ത്രീകൾ പ്രകൃത്യാ തന്നെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരാണ്. അത് സാമ്പത്തിക സുരക്ഷിതത്വം മാത്രമല്ല, ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന വാശിയുള്ള ഒരു പുരുഷന്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മാനസികമായ സുരക്ഷിതത്വം കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളാണെങ്കിൽ, നിങ്ങളുടെ സമയം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന ആളാണെങ്കിൽ, സ്വാഭാവികമായും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകും. എപ്പോഴും സ്ത്രീകളുടെ പുറകെ നടക്കുകയും അവർക്ക് നിരന്തരം മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാളേക്കാൾ സ്വന്തം കരിയറിനും സ്വപ്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരാളോട് സ്ത്രീകൾക്ക് വലിയ ബഹുമാനം തോന്നും. ബഹുമാനമില്ലാത്ത ഒരിടത്തും യഥാർത്ഥ സ്നേഹം നിലനിൽക്കില്ല എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ട സത്യം. ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തി ആദ്യം ബഹുമാനിക്കേണ്ടത് അവനെ തന്നെയാണെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്വന്തം വില തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആരെങ്കിലും നിങ്ങളെ നിരസിച്ചാൽ അവരുടെ പുറകെ പോയി വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നതിനു പകരം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോക്കുക. നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ പരാജയങ്ങളെ പാഠങ്ങളാക്കി മാറ്റുക. നിങ്ങൾ വിജയത്തിന്റെ പടവുകൾ കയറുമ്പോൾ നിങ്ങളെ വേണ്ട എന്നു പറഞ്ഞവർ പോലും നിങ്ങളെ ബഹുമാനത്തോടെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇതാണ് മനുഷ്യന്റെ യഥാർത്ഥ മനഃശാസ്ത്രം. നമ്മൾ ആരുടെയെങ്കിലും പുറകെ ഓടുമ്പോൾ അവർ നമ്മളിൽ നിന്ന് അകന്നുപോകും. എന്നാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ ലോകം നമ്മുടെ പിന്നാലെ വരും. രണ്ടാമത്തെ സുപ്രധാനമായ കാര്യം അമിതമായ ലഭ്യതയാണ്. ചാണക്യൻ പറയുന്നു, അമിതമായി എവിടെയെങ്കിലും ലഭ്യമായാൽ അവിടെ നിങ്ങളുടെ വില കുറയും. ഇത് മനുഷ്യബന്ധങ്ങൾക്കും പൂർണ്ണമായും ബാധകമാണ്. നിങ്ങൾ എപ്പോഴും ഒരാൾക്കു വേണ്ടി ലഭ്യമാണെങ്കിൽ, അവർ എന്തു പറഞ്ഞാലും അതപ്പത്തന്നെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ അവർക്ക് മാത്രം മുൻഗണന നൽകിയാൽ ക്രമേണ നിങ്ങളുടെ വില അവരുടെ മുന്നിൽ ഇല്ലാതാകും. നിങ്ങൾ അവർക്ക് വലിയൊരു കാര്യമല്ലാതായി മാറും. കാരണം മനുഷ്യന്റെ മനസ്സ് എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നിനും വലിയ വില കൽപ്പിക്കില്ല. കുറച്ചുമാത്രം ലഭിക്കുന്ന എന്നാൽ വളരെ മൂല്യമുള്ള കാര്യങ്ങളെയാണ് മനുഷ്യരെപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഫോണിന്റെ മുന്നിൽ അവരുടെ മെസ്സേജ് കാത്തിരിക്കുന്ന ആളാകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റു പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന തോന്നൽ അവർക്കുണ്ടാകണം. നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും അവർക്ക് ആഗ്രഹം തോന്നുന്ന രീതിയിൽ ഒരു ചെറിയ അകലം എപ്പോഴും പാലിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനർത്ഥം അവരെ അവഗണിക്കണമെന്നോ അഹങ്കാരം കാണിക്കണമെന്നോ അല്ല, മറിച്ച് നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രം അവർക്ക് ലഭിക്കുന്ന നിങ്ങളുടെ സമയം അവർ വളരെ വിലപ്പെട്ടതായി കണക്കാക്കാൻ തുടങ്ങും. വൈകാരികമായി എപ്പോഴും ഒരു സ്ത്രീയെ ആശ്രയിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് പെട്ടെന്ന് മടുക്കും.
സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിവുള്ള വൈകാരികമായി കരുത്തുള്ള പുരുഷന്മാരെയാണ് അവർക്കിഷ്ടം. നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും തീർച്ചയായും അവരുമായി പങ്കുവയ്ക്കാം. എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ പൂർണ്ണമായ കാരണം അവർ മാത്രമാണെന്ന രീതിയിൽ ഒരിക്കലും പെരുമാറരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം സന്തോഷവാനായിരിക്കണം. ആ സന്തോഷത്തിലേക്ക് അവരെ കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ലോകത്തിന്റെ കേന്ദ്രം അവരാണെന്ന് കാണിക്കുന്നതിനു പകരം നിങ്ങളുടെ ലോകം വളരെ വലുതാണെന്നും അതിലവർക്ക് വലിയൊരു സ്ഥാനമുണ്ടെന്നും കാണിച്ചു കൊടുക്കുക. മൂന്നാമതായി, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ഒരു യഥാർത്ഥ പുരുഷൻ തന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്നവനായിരിക്കണം എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. എന്തു ചെയ്യണം, എന്തു പറയണം എന്ന് മറ്റുള്ളവരോട് എപ്പോഴും ചോദിച്ചു നടക്കുന്ന ഒരാളെ ഒരു നേതാവായി അംഗീകരിക്കാൻ ആർക്കും കഴിയില്ല. ഒരു കുടുംബത്തിലായാലും പ്രണയത്തിലായാലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെയാണ് എല്ലാവരും ആശ്രയിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും പരിഭ്രമിക്കുന്ന ഒരാളായിരിക്കരുത് നിങ്ങൾ. പ്രതിസന്ധികൾ വരുമ്പോൾ ശാന്തമായി ചിന്തിക്കുകയും അതിനൊരു കൃത്യമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന പുരുഷനെ സ്ത്രീകൾ അങ്ങേയറ്റം വിശ്വസിക്കും. ഈ വിശ്വാസമാണ് പിന്നീട് അഗാധമായ സ്നേഹമായി മാറുന്നത്. ആത്മവിശ്വാസമെന്നത് വെറുതെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. സ്വന്തം കഴിവുകളിലുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. നിങ്ങളൊരു കാര്യത്തിൽ മികച്ചവനാണെങ്കിൽ അതിൽ നിങ്ങൾക്കുള്ള അറിവ് നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കും. അങ്ങനെയുള്ള പുരുഷന്മാരുടെ ശരീരഭാഷ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അവർ എപ്പോഴും തലയുയർത്തി നടക്കും, സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കും. ഈ ചെറിയ കാര്യങ്ങൾ പോലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ ആകർഷണമാണ്. അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ തങ്ങൾക്കുകൂടി ഒരു സുരക്ഷിതത്വം കണ്ടെത്തുന്നു. ആത്മവിശ്വാസമുള്ള ഒരു പുരുഷന്റെ കൂടെ നിൽക്കുമ്പോൾ തങ്ങൾക്ക് ലോകത്ത് എന്തിനേയും നേരിടാൻ കഴിയും എന്ന തോന്നൽ അവർക്കുണ്ടാകുന്നു. നാലാമത്തെ കാര്യം നിങ്ങളുടെ സംസാര രീതിയാണ്. ചാണക്യൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: നമ്മുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്. എന്തു പറയണം എന്നതിനേക്കാൾ പ്രധാനം എന്തു പറയരുത് എന്ന് തിരിച്ചറിയുക എന്നതാണ്. ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ എപ്പോഴും സത്യസന്ധത പുലർത്തുക. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വലിയ ആളാകാൻ ശ്രമിക്കുന്നത് പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും. അത് വലിയ നാണക്കേടുണ്ടാക്കും. നിങ്ങൾ എന്താണോ അതുതന്നെയായിരിക്കുക. നിങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും ബഹുമാനമുണ്ടായിരിക്കണം. അത് അവരോട് മാത്രമല്ല, നിങ്ങൾ ചുറ്റുമുള്ള എല്ലാവരോടും പെരുമാറുന്ന രീതി അവർ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടാകും. ഒരു റെസ്റ്റോറന്റിൽ പോയാൽ അവിടെയുള്ള ജീവനക്കാരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്ന ഒന്നാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ തന്നെയും ബഹുമാനിക്കാൻ കഴിയൂ എന്ന് ഒരു സ്ത്രീക്ക് നന്നായി അറിയാം. അതുപോലെ തന്നെ സംസാരത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുക. എപ്പോഴും പരാതികൾ മാത്രം പറയുന്ന, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളുകളോടൊപ്പം സമയം ചിലവഴിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. പകരം ജീവിതത്തെ പോസിറ്റീവായി കാണുന്ന, പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ആളുകളിലേക്ക് മറ്റുള്ളവർ താനെ ആകർഷിക്കപ്പെടും. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവും തോന്നണം. അങ്ങനെയാണെങ്കിൽ അവർ വീണ്ടും നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കും. സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചാണക്യൻ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമാണ്. പണം മാത്രമാണ് എല്ലാം എന്നതിനർത്ഥമില്ല. എന്നാൽ പണമില്ലെങ്കിൽ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടും എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് സ്ത്രീകൾക്ക് നന്നായി അറിയാം. നിങ്ങളിപ്പോൾ കോടീശ്വരനായിരിക്കണമെന്നില്ല. എന്നാൽ ഭാവിയിൽ സ്വന്തമായി ഒരു മികച്ച വരുമാനം കണ്ടെത്താനും കുടുംബം നോക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നവർക്ക് ബോധ്യപ്പെടണം. നിങ്ങൾ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെന്ന് അവർ കാണണം. അലസത എന്നത് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അലസനായൊരു പുരുഷനെ ആരും സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ല. നിങ്ങളുടെ ജോലി ഏതുതന്നെയായാലും അത് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറാതെ നിൽക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിൽ നിന്നുകൂടിയാണ് വരുന്നത്. വരവിനനുസരിച്ച് ജീവിക്കാനും ഭാവിയിലേക്കു വേണ്ടി കരുതിവെക്കാനും അറിയുന്ന ഒരാൾ വളരെ വിവേകമുള്ള വ്യക്തിയാണ്. ആ വിവേകം തന്നെയാണ് ജീവിതത്തിലെ വലിയൊരു ആകർഷണ ഘടകം. പണം സമ്പാദിക്കുന്നത് മാത്രമല്ല, അത് എങ്ങനെ ചിലവഴിക്കുന്നു എന്നതും നിങ്ങളുടെ ബുദ്ധിയെ കാണിക്കുന്നു. ധൂർത്തടിക്കുന്നവരേക്കാൾ പണത്തിന്റെ വിലയറിയുന്നവരെയാണ് വിവേകമുള്ള സ്ത്രീകൾ ഇഷ്ടപ്പെടുക. ചാണക്യൻ എപ്പോഴും ഊന്നൽ നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിഗൂഢതയാണ്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് തുറന്നു പറയരുത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ പേജ് ആദ്യമേ വായിച്ചാൽ പിന്നെ ആ പുസ്തകം മുഴുവനായി വായിക്കാൻ നമുക്ക് യാതൊരു താൽപ്പര്യവുമുണ്ടാകില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങളും നിങ്ങളുടെ എല്ലാ ചിന്തകളും ഒറ്റയടിക്ക് ഒരാളോട് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളെക്കുറിച്ചറിയാൻ അവർക്ക് പുതിയതായി ഒന്നും ബാക്കിയുണ്ടാകില്ല. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ എപ്പോഴും അറിയാത്ത കുറച്ചു കാര്യങ്ങൾ ബാക്കിവെക്കുക. അത് മറ്റുള്ളവരിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയുണ്ടാക്കും.
ഈ ആകാംക്ഷയാണ് പലപ്പോഴും വലിയൊരാകർഷണമായി മാറുന്നത്. നിങ്ങളുടെ മുൻകാല പ്രണയങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ വ്യക്തിപരമായ വലിയ പരാജയങ്ങളെക്കുറിച്ചോ ആദ്യമേ തന്നെ വിശദീകരിക്കാൻ നിൽക്കരുത്. സമയം വരുമ്പോൾ മാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അമിതമായി സംസാരിക്കുന്നവർ പലപ്പോഴും അബദ്ധങ്ങൾ പറയാൻ സാധ്യത കൂടുതലാണ്. മൗനത്തിന് വലിയ ശക്തിയുണ്ട്. എവിടെ സംസാരിക്കണം, എവിടെ മൗനം പാലിക്കണം എന്നറിയുന്നവൻ ലോകം കീഴടക്കും. നിങ്ങൾ കുറച്ചുമാത്രം സംസാരിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഓരോ വാക്കിനും മറ്റുള്ളവർ വലിയ വില കൽപ്പിക്കും. സ്ത്രീകൾ പൊതുവെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു പുരുഷനെ അവർക്ക് വലിയ കാര്യമാണ്. അവർ പറയുന്നത് പൂർണ്ണമായും കേൾക്കുകയും അതിൽ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്ന പുരുഷന്മാർ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. സ്വയം മെച്ചപ്പെടുത്തൽ എന്നത് അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ്. ചാണക്യൻ പറയുന്നത് അറിവ് സമ്പാദിക്കുന്നതിൽ ഒരു മനുഷ്യൻ ഒരിക്കലും പിന്നോട്ടു പോകരുത് എന്നാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കുക. ഒരേ കാര്യങ്ങൾ തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാതെ പുതിയ അനുഭവങ്ങൾ തേടിപ്പോകുക. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കും. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് അറിവോടെ സംസാരിക്കാൻ കഴിവുള്ളൊരാളോട് സംസാരിക്കാൻ ആർക്കും വലിയ താൽപ്പര്യമുണ്ടാകും. ശാരീരികമായ ആരോഗ്യവും ഇതിൽ വളരെ പ്രധാനമാണ്. സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ സമയം കണ്ടെത്താത്ത ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുക എന്നവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നല്ലൊരു മനസ്സിന്റെ കൂടി ലക്ഷണമാണ്. ദിവസവും വ്യായാമം ചെയ്യുക, നല്ല വസ്ത്രം ധരിക്കുക, വൃത്തിയായി നടക്കുക. ഇവയെല്ലാം വളരെ ചെറിയ കാര്യങ്ങളായി തോന്നാമെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. വിലകൂടിയ വസ്ത്രങ്ങൾ വേണമെന്നില്ല, എന്നാൽ ധരിക്കുന്ന വസ്ത്രം വൃത്തിയുള്ളതും നിങ്ങൾക്ക് അനുയോജ്യമായതുമായിരിക്കണം. ഇത് നിങ്ങളിൽ തന്നെ വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന, സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു പുരുഷൻ വളരെ വേഗം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കും. ഇതിനെല്ലാം പുറമേ പ്രതിസന്ധികളെ നേരിടാനുള്ള നിങ്ങളുടെ മാനസിക ധൈര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കില്ല. മോശം സമയങ്ങൾ വരുമ്പോൾ പതറാതെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു ധൈര്യം നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരെ പഴിചാരുന്നതിനു പകരം അതിനുള്ള പരിഹാരം കണ്ടെത്താൻ മുന്നിട്ടിറങ്ങുന്ന പുരുഷനെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തുവരുന്നത്. നിങ്ങളുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും കണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് പിന്നിൽ അണിനിരക്കും. ചാണക്യനീതിയിലെ അതിപ്രധാനമായ മറ്റൊരു നിർദ്ദേശം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവാണ്. ഒരു സ്ത്രീ നിങ്ങളെ വിശ്വസിച്ച് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. വിശ്വസ്തത എന്നത് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനശിലയാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. വാക്ക് പാലിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വലിയ ബഹുമാനമാണ്. അതുപോലെ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കുക. അകാരണമായി ദേഷ്യപ്പെടുന്ന, മറ്റുള്ളവരെ അപമാനിക്കുന്ന സ്വഭാവം പെട്ടെന്നു തന്നെ നിങ്ങളെ വെറുക്കപ്പെടാൻ കാരണമാകും. ശാന്തതയാണ് ഏറ്റവും വലിയ ആയുധം. പ്രതിസന്ധികളിൽ ശാന്തമായി ചിന്തിക്കുന്ന ബുദ്ധിയാണ് ചാണക്യൻ എപ്പോഴും പ്രശംസിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക, എന്നാൽ നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ നിരന്തരം ശ്രമിക്കുക എന്നതാണ് അടിസ്ഥാനം. ആരുടെയും സ്നേഹം പിടിച്ചുവാങ്ങാൻ കഴിയില്ല. സ്നേഹം യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതിയിലൂടെ അർഹിച്ചു നേടേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ള, സ്വന്തം വില കൃത്യമായി അറിയുന്ന, ആർക്കും മുന്നിലും സ്വന്തം വ്യക്തിത്വം അടിയറവ് വയ്ക്കാത്ത ഒരു പുരുഷനായി മാറുമ്പോൾ നിങ്ങൾ ആരുടെയും പുറകെ സ്നേഹത്തിനായി നടക്കേണ്ടിവരില്ല. നിങ്ങളുടെ ഈ മാറ്റം മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. നിങ്ങളുടെ പോസിറ്റീവ് ഊർജ്ജവും നിങ്ങളുടെ ആത്മവിശ്വാസവും ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ഒരു സ്ത്രീക്ക് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു നല്ല പങ്കാളിയാണ്. തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, തനിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിതത്വം നൽകുന്ന, തന്നെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് വളരാൻ സഹായിക്കുന്ന ഒരാളെയാണ്. നിങ്ങൾ അത്തരമൊരു വ്യക്തിയായി മാറുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളുടെ പുറകെ വരും. ചാണക്യന്റെ ഈ മഹത്തായ തത്വങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണെങ്കിലും ഇന്നത്തെ കാലത്തും ഇത് 100% പ്രായോഗികമാണ്. കാലം മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങൾക്കും മനഃശാസ്ത്രത്തിനും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം വ്യക്തിത്വം വളർത്തിയെടുക്കുക എന്നതാണ് എക്കാലത്തെയും വലിയ വിജയമന്ത്രം. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പം സ്വയം മാറുന്നതാണ്. നിങ്ങളുടെ മാറ്റം മറ്റുള്ളവരിൽ വലിയ സ്വാധീനം ചെലുത്തും. ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ കമന്റായി രേഖപ്പെടുത്തുക. ചാണക്യനീതിയിലെ ഈ സുപ്രധാന പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇന്നു മുതൽ തന്നെ ആരംഭിക്കുക.
മാറ്റം നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്.